അസാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. ഒരു അടിപൊളി സാമ്പാർ. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാമെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി കാണിക്കാമെന്ന് കരുതി. സാമ്പാർ എല്ലാ കഷ്ണങ്ങളും ചേർത്താൽ ഉണ്ടാക്കുന്നതെന്ന് അറിയാമല്ലോ അല്ലേ. ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു സവാള, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങയ്ക്ക, 3 ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഇത്രയും വെണ്ടയ്ക്ക, 2 വഴുതനങ്ങ, ഇത്രയും കുഞ്ഞു ചേമ്പ്, ഇത്രയും കുഞ്ഞുള്ളി, 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് സാമ്പാർ വെക്കാനായിട്ട്. പിന്നെ ഒരു 1/2 കപ്പ് തുമര എടുത്തിട്ടുണ്ട്. തുമരയില്ലാത്ത സാമ്പാറില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇതൊന്ന് കഴുകി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ഡലി സാമ്പാർ കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാവേ. എല്ലാ കഷ്ണങ്ങളോടും ഉള്ളത് കൊണ്ടേ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് മതി. ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ സൂപ്പ് എന്നല്ലേ സാമ്പാറിനെ പറയുന്നത് തന്നെ. ഇവിടെ എല്ലാവർക്കും സാമ്പാർ ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ ഇഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിൽ ആർക്കും അത്ര താല്പര്യമില്ല. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പരിപ്പ് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇന്ന് സാമ്പാർ വെച്ചത് അടുപ്പിലാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടും കുക്കറിൽ വെക്കുന്നതിനേക്കാട്ടിലും. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് കഷ്ണങ്ങളൊക്കെ ചേർക്കാവേ. അതുപോലെ ഞാൻ സാമ്പാറിനകത്ത് മല്ലിപ്പൊടിയും, മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും അതുപോലെ കായപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. അല്ലാതെ സാമ്പാർ പൊടിയൊന്നും ചേർക്കാറൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് പൊടിപ്പിച്ചെടുക്കുന്നതാണ് മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയൊക്കെ. അപ്പോൾ ആ പൊടികളാണ് ഞാൻ ഈ സാമ്പാറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വീട്ടിൽ പണ്ട് അമ്മയും വെച്ചിരുന്ന അതേ സാമ്പാർ. ഞാൻ അതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് വേവിക്കും. ഞാനൊരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി അടച്ചു വെക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ. കണ്ടോ, വെള്ളം കുറവ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി അടച്ചു വെക്കാം. ഞാനൊരു ചെറിയൊരു കുഞ്ഞുണ്ടപ്പുഴ വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇത്രയും ചേർക്കണ്ട, ഒരു 2 സ്പൂൺ പുളി ഇതിനകത്ത് ചേർക്കാം. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാവേ. നമുക്കിനി സ്വല്പം കായപ്പൊടി കൂടെ ചേർക്കാവേ. ഞാനൊരു ചെറിയ സ്പൂൺ, 1/2 സ്പൂൺ കായപ്പൊടിയുടെ അളവാണ് ചേർക്കുന്നത്. സാമ്പാർ വെക്കുമ്പോഴേ സ്വല്പം കായത്തിൻ്റെ മണം ഇങ്ങനെ മുമ്പിട്ട് നിൽക്കണം. അതാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. ഒത്തിരി കായമല്ല, എന്നാലും സ്വല്പം പിന്നെ കായത്തിൻ്റെ സ്മെല്ലിങ്ങനെ നിൽക്കുന്നത്. ഇപ്പം നല്ല മണം വരുന്നുണ്ട് സാമ്പാറിൻ്റെ. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്തേക്ക് ഒന്ന് കടുക് വറുത്ത് ചേർക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കടുക് താളിക്കാം. ആ പാത്രം ചൂടായി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് ആദ്യം കടുക് ഇടാം. ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ. സാമ്പാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മണമൊക്കെ വരണമെങ്കിൽ ഇച്ചിരി ഉലുവ ഇട്ട് തന്നെ കടുക് വറക്കണം. എന്നാലേ ആ ഒരു സാമ്പാറിൻ്റെ ഒരു മണം വരത്തുള്ളൂ. കായ ഉലുവയൊക്കെ നല്ല ഒരുപോലെ ഇങ്ങനെ നിൽക്കണം. ഉള്ളി ഇട്ട് കൊടുത്തത് മൂത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു തുള്ളി കായം ചേർക്കുവാണ്. സ്വല്പം ചേർക്കുന്നുള്ളൂ.
ഇനി നമുക്ക് വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ചേർക്കാവേ. നേരത്തെ പറിച്ച് വെച്ചിരുന്ന കരിവേപ്പില തീർന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന കരിവേപ്പിലയാണ് എടുത്തത്. അത് സ്വല്പം വാടിയായിരുന്നു. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ അതേ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡലി സാമ്പാറും കൂടെ കഴിച്ചാൽ മതി കേട്ടോ. സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.